നമ്മൾ നമ്മളെ വെച്ചിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതിൽ അത്യാവശ്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കണില്ല, അപ്പം എനിക്കെന്താ അങ്ങനെയൊക്കെ പ്രയാസം എന്ന് ചോദിക്കരുത്. കാരണം അവരുടെ സിറ്റുവേഷൻസ് നമുക്ക് അറിയില്ലല്ലോ. നമ്മളെക്കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പരാതികളുണ്ട്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് പരാതിയുണ്ട്, വസ്ത്രത്തിന്റെ വിഷയത്തിൽ പരാതിയുണ്ട്. പരാതികളുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ പ്രിവിലേജ്ഡ്. കാരണം പരാതികൾ കെട്ടഴിയുന്നത് പലപ്പോഴും നമ്മുടെ ചോയ്സസ് ഉള്ളതിനെ കൊണ്ടാണ്, നമുക്ക് ഓപ്ഷൻസ് ഉള്ളതിനെ കൊണ്ടാണ്. എനിക്ക് വീട്ടിലെ ഭക്ഷണം പറ്റാതായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൈസ ഉണ്ട്, എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്. വീട്ടിൽ ഭക്ഷണമുണ്ട്, അപ്പം അതെനിക്ക് വേണമെങ്കിൽ തട്ടാം, എന്നിട്ട് എനിക്ക് അവിടെ പോവാം. എനിക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, എനിക്ക് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പോയി ഇഷ്ടമുള്ളത് പോയിട്ട് ചൂസ് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷൻസ് നാട്ടിലുള്ളതിനെ കൊണ്ടാണ് എനിക്ക് പരാതികൾ കൂടി വരുന്നത്. എനിക്ക് വസ്ത്രം പറ്റാണ്ടാവണത്, എനിക്ക് വസ്ത്രത്തിനോട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വീട്ടിൽ അലമാര നിറച്ച ഓപ്ഷൻസ് ഉണ്ട്. അതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് വാങ്ങാനുള്ള കഴിവുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് എൻ്റെ പരാതിയായിട്ട് മാറുകയാണ്. ഗാസയിൽ കുട്ടികൾ പ്രയാസത്തിലുണ്ടാവുന്ന സമയത്ത് അവർക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ബിരിയാണി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരാരും പറയാൻ വേണ്ടി പറഞ്ഞു എനിക്ക് ബിരിയാണി വേണ്ട, മന്തി മതി എന്ന് പറയില്ല. കാരണം അവർക്ക് എന്തില്ല, അവർക്ക് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് പരാതി പറയാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ പറയും അതിൻ്റെ പേരിൽ പഠിച്ചവനോട് നന്ദിയുള്ള ആളായിരിക്കണം. പരാതി പറയാൻ അവസരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ജീവിക്കുന്നത് മനോഹരമായ സാഹചര്യത്തിലാണെന്നൊരു അർത്ഥത്തിനുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ആ ഒരു ആംഗിൾ അതിനെ ആലോചിക്കാറില്ല എന്നുള്ളതാണ്. വി ആർ പ്രിവിലേജ്ഡ്. പരാതി പറയുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ വി ആർ പ്രിവിലേജ്ഡ്. ആ ഒരു ആംഗിൾ അതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയിൽ മനസ്സിലാക്കാൻ പറ്റും, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും. കിട്ടുന്ന അനുഗ്രഹത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും.